PV അൻവർ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ബേപ്പൂരിൽ മത്സരത്തിന് ഇറങ്ങുമെന്നുള്ളതാണ് ഇപ്പം പുറത്തെരിഞ്ഞിരിക്കുന്നൊരു വാർത്തകൾ. എന്താണ്? ഞാൻ ഒറ്റ സീറ്റ് ഞാൻ മത്സരിക്കണമെന്ന് ഇവിടെ പറഞ്ഞാൽ ഞാൻ ഒറ്റ സീറ്റിലേ മത്സരിക്കുള്ളൂ. അത് ഇന്ന സീറ്റാണ്. ആ സീറ്റ് ആരെങ്കിലും തന്നാൽ മത്സരിക്കും, അല്ലെങ്കിൽ ഞാൻ മത്സരിക്കില്ല. ഞാൻ ക്യാമ്പയിനറായിട്ട് നിൽക്കും. കാരണം നമ്മൾ പറഞ്ഞു വെച്ച രാഷ്ട്രീയം, അതിൻ്റെ ഒന്നാം പിണറായിസത്തിനെ ഇപ്പോൾ ഇവിടെ ഷോക്കേറ്റിട്ടുള്ളൂ. ഇനി ഇവിടെ മരുമോനിസം വേറെ നിൽക്കുന്നുണ്ട്. മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന ഏത് മണ്ഡലത്തിലായാലും ഈ ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം അതിലേറെ അപ്പുറം വരാൻ പോകുന്നൊരു വികാരം ഈ പറയുന്ന ഈ പാർട്ടിയിലെ സാധാരണക്കാരായിട്ടുള്ള ലീഡേഴ്സിൻ്റെ എന്താ പറയുക അഭിമാനം ചോദ്യം ചെയ്യപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിവിടെ തിരിച്ചടിക്കുക ചെയ്യും. ബേപ്പൂര് ഇപ്പം റിയാസ് മന്ത്രിയായതിനു ശേഷം ആ ബേപ്പൂർ മണ്ഡലം പ്രത്യേകമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വിവിധ പദ്ധതികൾ, ടൂറിസം പദ്ധതികൾ നിരവധിയായി വരുന്നു. അതൊന്നും തെരഞ്ഞെടുപ്പിൽ ആ നാടകമൊന്നും നടക്കില്ല. അവിടെ കുറേ പൂരവും എന്താ പറയുക ഡാൻസും പാട്ടും ഒക്കെ നടത്തിയിട്ട് നല്ല കാര്യം തന്നെ, ആവശ്യത്തിനുണ്ടാവണം. പക്ഷേ അതല്ല ഒരു നാടിൻ്റെ വികസനം. അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു പറയണം. എത്ര ഫാക്ടറികളുണ്ടായിരുന്നു? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൈൽ ഫാക്ടറികൾ ഉണ്ടായിരുന്ന നാടാണ് ഫറൂഖ്. മരവ്യവസായം ഉണ്ടായിരുന്ന നാട്. എവിടെ വ്യവസായങ്ങളൊക്കെ? കടലോര മേഖല, ആ മത്സ്യത്തൊഴിലാളികൾ എന്താ ചെയ്തു കൊടുത്തത്? ടൂറിസം ഒക്കെ അതൊരാഴ്ചത്തെ സന്തോഷം, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പാലം പെയിൻ്റ് അടിക്കലും അവിടെ ലൈറ്റ് ഇടലും അല്ല വികസനം. അതതിൻ്റെ ഒരു ഭാഗമാണ്. അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങൾക്ക് എന്ത് മാറ്റം? മുഖ്യമന്ത്രിയുടെ മരുമകനായി കോടാനക്കോടി റുപ്പിക ഈ നാട്ടിൽ ഇവിടെ വികസനത്തിന് വേണ്ടിയിട്ടും കളി തമാശക്ക് വേണ്ടിയിട്ടും ചെലവഴിച്ചപ്പോൾ അവനവൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് ചെയ്തു എന്നതിന് ഉത്തരം പറയേണ്ടി വരും. അത് ഈ വിചാരണ അവിടെ നടക്കും. റീൽസ് ഉണ്ടാക്കിയിട്ട് വിട്ടിട്ട് ഈ ആളുകളുടെ മുന്നിൽ എന്താ പറയുക ഡാൻസ് കളിച്ചിട്ടൊന്നും കാര്യമില്ല. ജനങ്ങൾക്കിത് മനസ്സിലാവും. ആ ഡാൻസ് കളിയും അതിൽ നിന്നുള്ള എന്താ പറയുക പിന്നാമ്പുറ പണസമ്പാദനത്തിനെയും അപ്പുറം ഞാൻ ആ നാട്ടിൽ കൂടെയൊക്കെ നടന്നു നോക്കി. ഞാൻ ആ ബേപ്പൂരൊക്കെ പോയല്ലോ. ബേപ്പൂർ സന്ദർശിച്ച സമയത്ത് അവിടെ നിന്നുള്ള ജനങ്ങളുടെ ഒരു പൾസ് ജനങ്ങളിൽ സംസാരിച്ചിട്ടുണ്ടാവില്ല കുറച്ചെങ്കിലും. അവരുടെ ഒരു പൾസൊക്കെ എന്താണ്? ഈ അടിവേര് വെട്ടണം തന്നെയാണ്. മരുമോനിസത്തിൻ്റെ അടിവേര് വെട്ടണം എന്നോട് പറയുന്ന സഖാക്കളാണ്. എന്നെ സഖാക്കൾ ക്ഷണിക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. ഞാൻ പറഞ്ഞു ഞാനില്ല, നിങ്ങൾ നോക്ക്. അപ്പോൾ അവസാനം എന്നോടൊരു സഖാവ് ചോദിച്ചു, മുസാഫിർ തോറ്റാൽ നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന്. എന്നോടൊരു സഖാവ് ചോദിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട സഖാവ്. നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. മുസാഫിർ തോറ്റു എന്ന വാർത്ത പുറത്ത് വരുന്നതിന് മുമ്പ്, എണ്ണിക്കഴിഞ്ഞ് വാർത്ത വരുന്നതിന് മുമ്പ് ആ സഖാവ് എന്നെ വിളിച്ചു. അൻവർക്ക് ഞങ്ങളെ പണി ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്നെ കൊണ്ടില്ല, ഞാൻ ചെയ്തിട്ടല്ല. ഈ പറയുന്ന വ്യക്തി എടുത്ത പാർട്ടിക്കകത്ത നിലപാടുകൾ കമ്മ്യൂണിസ്റ്റുകാർ എത്രത്തോളം മാനസികമായി അവർക്ക് വിഷമവും പ്രയാസവും ഈ പറയുന്ന ഈ ഏകാധിപത്യം ഉണ്ടല്ലോ, സ്വച്ഛാധിപതി എന്ന് ഞാനാണെല്ലാം എന്നുള്ള ആ നിലപാടിനോടുള്ള പാർട്ടിക്കാരുടെ സഖാക്കളുടെ എതിർപ്പാണ്. അത് പ്രതിഫലിച്ചു. അതുകൊണ്ടല്ല മുസാഫിർ തോറ്റത്. ബേപ്പൂരിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്കെതിരെയും റിയാസിനെതിരെയും CPM-നെതിരെയുള്ള വലിയ രാഷ്ട്രീയ വിമർശനമായി മുന്നിലുണ്ടാകുമെന്നാണ് PV അൻവർ വ്യക്തമാക്കുന്നത്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.